പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മക്കളെ, പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ മക്കളെ ഞാൻ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ ദൈവവേദനെ, നീ ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികളും കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പ് നടക്കുകയും നീ നടക്കേണ്ട വഴി നിനക്ക് ആലോചിച്ച് നൽകുകയും ചെയ്യുമ്പോഴേ നിന്റെ ആലോചനകളിലും ചിന്തകളിലും തീരുമാനങ്ങളിലുമെല്ലാം പരിശുദ്ധാത്മ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് ആപത്ത് വരുന്ന, നഷ്ടങ്ങൾ വരുന്ന, ഘട്ടങ്ങൾ വരുന്ന, കോട്ടങ്ങൾ വരുന്ന എല്ലാ ചിന്താഗതികളും തീരുമാനങ്ങളും കോയിൻസിഡൻസുകളും മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം നീ എടുക്കേണ്ടി വന്ന എല്ലാ ആപത്തുകളും യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊണ്ട് ബന്ധിക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് ചൊരിയട്ടെ. കർത്താവെ,
ഇന്ന് നിൻ്റെ പുതുതായിട്ട് നിൻ്റെ ജീവിതവൃത്തിക്കും മേൽഗതിക്കും വേണ്ടി നീ എടുക്കുന്ന തീരുമാനങ്ങൾ, പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ നല്ല ബന്ധങ്ങളിലേക്ക് ചെന്ന് ചേരുവാനും കർത്താവ് തന്നെ നിൻ്റെ ജീവിതം ക്രമീകരിച്ച് തരുവാനും കർത്താവിൻ്റെ നാമത്തെ നിന്നെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, നിൻ്റെ ഹോംവർക്കുകളാക്കി ഗൃഹപാഠങ്ങളായിട്ട് നീ മാറ്റി വച്ചിരിക്കുന്നത്, നീക്കി വച്ചിരിക്കുന്നത്, ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, കണ്ടുമുട്ടേണ്ട വ്യക്തികൾ, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്കും കണ്ടുമുട്ടേണ്ട വ്യക്തികൾക്കും കർത്താവിൻ്റെ കരുണയും കൃപയും നിനക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖല തകർച്ചയിലായിരുന്ന അവസ്ഥ, ജീവിത ചെലവ് പോലും എങ്ങനെ നിർവഹിക്കുന്നവർക്ക് വിഷമിക്കുന്നവർ, ജോലി സംബന്ധമായ പ്രതിസന്ധി കുടുങ്ങിയിരിക്കുന്നവർ, സർവീസ് സംബന്ധമായ പ്രതിസന്ധി കുടുങ്ങിയിരിക്കുന്നവർ, അതങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്നെല്ലാം ദൈവമാതാവിൻ്റെ പ്രത്യേകമായ പരിപാലനയിൽ നിനക്ക് വിടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നവരെയും മുടി കൊഴിഞ്ഞ പല പല കാരണങ്ങളാൽ ശരീരത്തിന് ത്വക്ക് രോഗമുള്ളവരെയും കർത്താവ് കാണിക്കുന്നു. അവിടെ മേലെല്ലാം കർത്താവ് വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. വിട്ടു മാറാത്ത തലവേദനയും കണ്ണിന് കാഴ്ച മങ്ങുന്ന അവസ്ഥയും മൂക്കിന് ദശ വളരുന്ന അവസ്ഥയും അങ്ങനെയുള്ള എല്ലാ ആന്തരിക സിസ്റ്റുകൾ, പങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അതുപോലെയുള്ള ആന്തരിക അവയവത്തിൻ്റെ രോഗങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തൊരു വിവാഹം താമസിക്കുന്നവർ, ചെയ്തുപോയി നടന്ന വിവാഹത്തിൻ്റെ മേലും പരസ്പരം അകന്നു താമസിക്കുന്നവരെല്ലാം ഐക്യപ്പെടുവാനും, മക്കളില്ലാത്തവരും ഗർഭിണികളായിട്ടുള്ള അമ്മമാരും ഗർഭസ്ഥ ശിശുക്കൾക്ക് പ്രയാസങ്ങളുള്ളവരും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ തിരുമുറിവാട് വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം ഗർഭിണികളെ വയറിൽ കർത്താവ് സ്പർശിക്കട്ടെ. അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുവാനും, ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ വന്ന കർത്താവിന് നന്ദി പറയുവാനും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ രോഗങ്ങൾ, നിൻ്റെ ഡോക്ടർ, നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ ആശീർവദിക്കുന്നു. നീ കഴിക്കുന്ന മരുന്നിനെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പരീക്ഷകളെ ആശീർവദിക്കുന്നു. നിനക്ക് നിൻ്റെ റിസൾട്ടിനെ, വരാൻ പോകുന്ന റിസൾട്ടിനെ ആശീർവദിക്കുന്നു. നിൻ്റെ ഉപരി വിദ്യാഭ്യാസത്തിന് ആവശ്യമായ മേൽഗതിക്കുള്ള എല്ലാ യോഗ്യതകളും നേടുവാൻ നിൻ്റെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം ഞാൻ നിനക്ക് ഉന്നതമായ വിജയനെ കൈവരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. വസ്തു വിൽക്കാനുള്ളവർ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, വീട് വെക്കാനുള്ളവർ കർത്താവെ, അവരെല്ലാം അവരുടെ തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, എല്ലാ മേഖലകളിലും നീ നേരിടുന്ന ബന്ധനങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം അഴിഞ്ഞു മാറട്ടെ കൽപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വരൻ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു അപേക്ഷ ജീവിതമല്ല. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു അപേക്ഷ ജീവിതമല്ല. ചില അണ്ണന്മാരെങ്കിലും ദൈവത്തെ എന്തിനാണ് അപേക്ഷിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്ത് പ്രാർത്ഥിക്കാനാണ്? അത് അന്നു വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് അപേക്ഷ ജീവിതം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആൾക്കാരല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ? വാക്കിൽ എനിക്കിഷ്ടപ്പെട്ട വാക്കാണ്, ദൈവത്തിരുസന്നിധിയിൽ സമ്പന്നരായിരിക്കണമെന്ന്. ലുക്ക 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. അതാണ് അപേക്ഷക്ക് സൈന്യം എന്ന് പറയുന്നത്. എപ്പോഴും തനിക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി എപ്പോഴും ഇങ്ങോട്ട് കൊണ്ട് ഇപ്പോൾ തൂമ്പ പോലെ വെട്ടി ഇങ്ങോട്ട് എടുക്കും. ദൈവത്തിനെ കാണുമ്പോൾ തന്നെ തൂമ്പ ഇവിടെ തന്നെ വിട്ടാത്തതാണ്. അതല്ല, അപ്പോഴും ജീവിതകാലം മുഴുവൻ ഇത് തന്നെയായിരുന്നു അഭ്യാസം. വേറെ ഒന്നും അറിയാൻ പാലാത്ത കൊണ്ടാണ്. അങ്ങനെയല്ല, ഒരു കോൺസെപ്റ്റാണത്. എന്താണ്? ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ്. എന്താണ്? നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ സമ്പന്നരായിരിക്കണമെന്ന്. അതായത് ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം. ഒരു ദിവസം അവസാനിക്കുമ്പോൾ, ഇപ്പോൾ ദിനവൃത്താന്തമൊക്കെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ അത് ആ കണക്ക് പുസ്തകം പോലെ കാര്യം ഓവർ ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് നമ്മൾ ഇവിടുത്തെ ബാലൻസ് എഴുതുമ്പോൾ നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള പോലെ വരരുത്, ദൈവം ഇങ്ങോട്ട് തരാനുള്ള പോലെ വരണം. അങ്ങനെ ജീവിക്കുന്നതാണ് ദൈവത്തിരുസന്നിധി സമ്പന്നത എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ സമ്പന്ന ഈശോ തന്നെയായിരുന്നു. ഈശോ ഒരു സന്ധ്യയ്ക്ക് തൻ്റെ അവസാന ദിവസമില്ലേ, അവസാന ദിവസം രാത്രിയാകണ മുമ്പ് അവസാന ദിവസം സന്ധ്യയ്ക്ക് കർത്താവ്, അപ്പോൾ എൻ്റെ ദിനങ്ങളെ ഞാൻ എൻ്റെ ദിനങ്ങളിൽ ഞാൻ ഭൂമിയിൽ അങ്ങേ മഹത്വപ്പെടുത്തി. എന്ത് ചെയ്യണം? ഇനി ഇങ്ങോട്ട് തരണം, നീയാണ് ഇനി ചെയ്യേണ്ടത് കാര്യം. ഭയങ്കര അർത്ഥമല്ലേ? അതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയണത്. അത് അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ, അതാണ് വിഷയം.
ഇപ്പം ദൈവത്തോട് ഇപ്പം നമ്മൾ ചോറ് ചോദിച്ചാൽ നീ ചോറ് കൊണ്ടുപോകും, ഇനിയും ഞാൻ ചോറ് തരുമെന്ന് ദൈവം പറയത്തില്ല. നമ്മൾ ഭക്ഷണം ചോദിച്ചാൽ ഇനിയും ഞാൻ ഭക്ഷണം തരുമെന്ന് പറയത്തില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. പണ്ട് ഈ കർത്താവ് ഇതുപോലെ ഗെത്സേമനി പോലെ ഒരു ഗെത്സേമനിയുടെ തന്നെ ആദ്യ ഗെത്സേമനിയുണ്ട്. എൻ്റെ ആത്മാവ് മരണകരമായ വേദന അനുഭവിക്കുന്നു, ഞാനെന്ത് പറയേണ്ടു, പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് മാറ്റണമേ, അത് ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്. പാഷനെക്കുറിച്ച് കറക്റ്റ് കർത്താവ് ഫുൾ കോൺഷ്യസിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ പിതാവേ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറയും. അപ്പോൾ പിതാവ് പറഞ്ഞ വാക്കുണ്ട്, എന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന്. അതാണ് ദൈവത്തിൽ നിന്ന് വീണ്ടും ദൈവം തരാൻ ആഗ്രഹിക്കുന്ന സാധനം മഹത്വമാണ്. അല്ല കഞ്ഞിയും ചോറും ജോലിയും PR-ഉം പെൻഷനും ഒന്നുമല്ല. ദൈവത്തിന് ഇനിയും നമുക്ക് തരാൻ ആഗ്രഹം. അതാണ് ടേക്ക് ഇവിടെ യോഹന്നാൻ 12:28. പിതാവേ അങ്ങയുടെ നാമത്തെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അങ്ങനെയാണ് ആ കണക്ക് അവസാനിക്കേണ്ടത്. ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം. അങ്ങനെ ജീവിച്ചു നോക്കിയേ. ഞാനൊക്കെ അങ്ങനെ ജീവിക്കാൻ പരിശ്രമിക്കുകയാണ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായിരിക്കുക. നമ്മൾ സങ്കടപ്പെടുമ്പോൾ സംഭവിക്കുന്നത് വിശ്വാസം കുറയും. സങ്കടം, പേടി, ഇതെല്ലാം വിശ്വാസത്തെ കുറയ്ക്കും. വിശ്വാസമാണ് ദൈവ സാന്നിധ്യത്തിലേക്ക് എത്താനുള്ളൊരു പാലം. അത് പൊട്ടിക്കരുത്. കൽപ്പനയാണ് ദൈവം പറഞ്ഞിരിക്കുന്ന എപ്പോഴും സന്തോഷമായിരിക്കുക. ഈ ഉത്കണ്ഠയുടെ കാരണം നമുക്ക് തന്നെ തോന്നിയ നമ്മൾ വളർന്നു പോയിന്ന്. ഈ ലോകത്തിൽ വളരുമ്പോഴാണ് ഈ ഉത്കണ്ഠ വരുന്നത്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ചെറിയ കൊച്ച്, അതിന് എപ്പോഴെങ്കിലും ഉത്കണ്ഠയുണ്ടോ? എന്തെങ്കിലും അറിയണ്ട, അടുത്ത നേരം ഭക്ഷണം കിട്ടുക ഇല്ല, അതിനങ്ങനെ ഒരു ഉത്കണ്ഠയില്ല. ചെറിയ കാര്യം മതി സന്തോഷമായിട്ടിരിക്കാൻ. വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും, തുള്ളിക്കൊണ്ടിരിക്കും. ഈ ലോകത്തെ നോക്കാറില്ല. അത് നോക്കുന്നത് അടുത്ത് അമ്മയുണ്ടോ അച്ഛനുണ്ടോ, അത് സന്തോഷിക്കാൻ അത് മതി. അതിന് നമ്മൾ എപ്പോഴാണ് ലോകത്തേക്ക് നോക്കുന്നോ അപ്പോഴാണ് നമുക്ക് സങ്കടം വന്നാൽ, പേടി വന്നാൽ. നമ്മുടെ ദൈവം നമ്മളെ കൂടെ ഉണ്ടാ. ദൈവത്തേക്കാണ് നോക്കേണ്ടത്. നമ്മൾ സാഹചര്യങ്ങളെ നോക്കും, അവസ്ഥയെ നോക്കും. ഇപ്പോൾ അമ്മ മാതാവിൽ തന്നെ ഒരേ വചനമാണ്, ഒരേ വാക്കാണ് ഗബ്രിയേൽ മാലാഖ അമ്മയോടും പറഞ്ഞത്, സക്രിയോടും പറഞ്ഞത്. എലിസബത്ത് 6 മാസം ഗർഭമാണെന്ന് പറഞ്ഞ് അത് അമ്മയോട് പറഞ്ഞ് ഇതേ വാക്ക് സക്രിയോട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു. പക്ഷെ ഭർത്താവ് നോക്കിയത് ഈ എലിസബത്തിൻ്റെ അവസ്ഥയാണ് നോക്കിയത്, സ്വന്തം ഭാര്യയാണ് നോക്കിയത്. ഇതെങ്ങനെ സാധിക്കും? അവൾക്ക് വയസ്സായി, പിന്നെ എല്ലാ ബലഹീനതയും ഉണ്ട്. ആ വചനത്തെ ഇല്ല ശ്രദ്ധിച്ചത്, വിശ്വസിച്ചത് അവസ്ഥയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഇത് നിറവേറുന്നത് വരെ നിനക്ക് സംസാരിക്കാൻ സാധിക്കില്ല. നമ്മളിലും പലവരിക്കും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം അതാണ്. നമ്മളെ അവസ്ഥയെ നോക്കും. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഒരു ബന്ധമാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഉടമ്പടി തന്നെ, നമ്മൾ ഉടമ്പടിയിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ അതൊരു കുടുംബ ബന്ധമായിട്ട് മാറുക ചെയ്യണം. ഒരു കുടുംബ ബന്ധമാണ് ദൈവവും
ഞാനും ഒരു കുടുംബത്തിലാണ്, ഒരു വീട്ടിലാണ്, എൻ്റെ കൂടെയാണ് ദൈവം. അമ്മ ചെയ്തത് എന്താ? അമ്മ എലിസബത്തിൻ്റെ വയസ്സ് ആ കാര്യമൊക്കെ മറന്ന് അതൊന്നും ശ്രദ്ധിച്ചില്ല. ദൈവവചനം, ദൈവവാക്ക് എന്താ പറഞ്ഞത്? അവൾ 6 മാസം ഗർഭമാണ്. അമ്മ തിടുക്കത്തോടെ അങ്ങോട്ട് പോയി അഭിവാദനം ചെയ്തു. അമ്മ ചോദിക്കൊന്നും നിന്നില്ല, നിനക്ക് 6 മാസം ഈ ഗർഭമാണെന്നൊന്നും ചോദിക്കൊന്നും നിന്നില്ല. പോയ ഉടനെ എന്താ ചെയ്തത്? അഭിവാദനമാണ് ചെയ്തത്, ഗ്രീറ്റ് ചെയ്ത്. അപ്പോൾ അത് വചനത്തിൽ ഉള്ള വിശ്വാസം. അത് പരിശോധിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. അതെന്താ അത് നമ്മളെ ബുദ്ധി യുക്തി കൊണ്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളിൽ പലർക്കും ഉള്ള പ്രശ്നം ഇതാ. നമ്മൾ ഈ രോഗാവസ്ഥയെ നോക്കും, കടബാധ്യതയെ നോക്കും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ദൈവവചനമൊക്കെ നമ്മൾ മറന്നുപോകും, ദൈവ വാഗ്ദാനം മറക്കും, അതിലേക്കില്ല നമ്മൾ ശ്രദ്ധിക്കുന്ന. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? ദൈവമഹത്വം പറയാൻ പറ്റില്ല, സാക്ഷ്യം പറയാൻ പറ്റില്ല, നമ്മുടെ ജീവിതത്തിൽ അനുഭവം കിട്ടില്ല. സക്രിയയ്ക്ക് അതാ സംഭവിച്ചത്. നീ ഇനി സംസാരിക്കില്ലെന്നാണ് പറഞ്ഞത്. കുറച്ച് കാലത്ത് വിശ്വസിച്ചില്ല, വചനത്തെ വിശ്വസിച്ചില്ല. അപ്പോൾ അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ലോകത്തെ നോക്കേണ്ട കാര്യമില്ല. ചെറിയ കുഞ്ഞിനെ പോലെ കുഞ്ഞ് നോക്കുന്ന അമ്മ അടുത്തുണ്ടാ. അത് കരയുന്ന എപ്പോഴാണ്? അമ്മ ദൂരെ പോകുമ്പോഴാണ് കരയുന്നത്. അമ്മ അടുത്തുണ്ടെങ്കിൽ സന്തോഷമാണ്. നമ്മ കരയുന്നത് അമ്മയൊന്നും ശ്രദ്ധിക്കില്ല. കയ്യിൽ നിന്ന് പണം പോയാൽ കരയും, ഭർത്താവ് മദ്യവെച്ചാൽ കരയും, അതേപോലെ രോഗം വന്നാൽ കരയും, ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞാൽ കരച്ചിലായി, പിറുവിറുപ്പായി, സങ്കടമായി. സങ്കടപ്പെടേണ്ട ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ദൈവം നഷ്ടപ്പെട്ട, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്ന, കുർബാനയ്ക്ക് പോകാൻ സാധിച്ചില്ല, കരയണം. കുമ്പസാരിക്കാൻ സാധിച്ചില്ല, കരയണം. ഇന്ന് ബൈബിൾ വായിക്കാൻ സാധിച്ചില്ല, കരയണം. കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ ഞാൻ മടി കാണിച്ച്, നാണക്കേടായിട്ട് വിചാരിച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ. അതൊക്കെ ദൈവ സാന്നിധ്യം. അവിടെയൊക്കെ നീ ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ ദൈവം കൂടെ ഉണ്ടാകും. ഒരു കുടുംബമാണ്, നീയും ദൈവവും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് സങ്കടം പാടില്ല. ഈ ചെറിയ കുഞ്ഞാകുമ്പോൾ, നമ്മൾ ചെറുതാകുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ചെറുതായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം പരിപൂർണനാണ്. മത്തായി 5:48. അതുപോലെ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ എപ്പോഴും പരിപൂർണതയിലായിരിക്കണം, പരിപൂർണനായിരിക്കണം. അത് ഉടമ്പടി അതിൻ്റെ മാർഗമാണ്. ഉടമ്പടി എടുത്തവർ നമ്മൾ പറയേണ്ട കാര്യമില്ല, ഞാൻ ഉടമ്പടിയിലാണെന്ന് ഒന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കുറച്ച് ഉടമ്പടി ജീവിതം ജീവിക്കുമ്പോൾ 2 രീതിയിലുള്ള മക്കളായിരിക്കും. ഒന്ന് ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജീവിക്കുന്നവർ, ഉടമ്പടിയിലായിരിക്കും. ഒന്ന് ഇല്ലാത്തവരായിരിക്കും. വേർതിരിച്ചറിയാൻ പറ്റും. ഇതില്ലാതെ ഒരു നിയോഗമായിട്ട് ഒരു 3 മാസത്തേക്ക് എടുത്തു കളയാം. അത് കഴിഞ്ഞാൽ നമുക്ക് ആരെ നിയോഗം നടന്നു കിട്ടുമെന്ന് പറഞ്ഞൊക്കെ പോകുന്നത് അതിന് കാര്യമില്ല. ഇതൊരു ജീവിതമാണ്, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഒരു നിലപാടാണ്. പണ്ട് വിളങ്ങണി വെച്ച് ഇത് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ, അന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് വേർതിരിച്ചറിയാം. ഒരു കൂട്ടം ഉടമ്പടിയിലുള്ളവർ, ഒരു പരിശുദ്ധി വിശുദ്ധിയിലുള്ളവരാണ്. മറ്റുള്ളവർ അഴുക്ക് ആയിട്ട് അവർ തിരിച്ചിങ്ങോട്ട് വരിക. അപ്പോൾ വാഷിംഗ് നടക്കുക, ക്ലെൻസിങ് പ്രോസസ്സ് നടക്കുക. നമുക്ക് ഈ വാഷിംഗ് പ്രോസസ്സാണ്, ക്ലെൻസിങ് പ്രോസസ്സാണ്. ഉടമ്പടിയിലേക്ക് വരും ആ ഒരു ബോധ്യം ഉണ്ടാകണം. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക, അതാണ് ഉടമ്പടി. ദൈവത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കുക. എപ്പോഴും ഒരു ബോധ്യമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എന്തിനായി
ചെറിയ ചെറുതും വലുതുമായിട്ട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അങ്ങനെ നമുക്ക് തോന്നും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവപ്പെടും. നമ്മൾ വെറുതെ റോട്ടിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റായിട്ട് വണ്ടി ഓടിച്ചാലേ ആരെങ്കിലും ആട്ടോക്കാരൻ അവൻ തെറ്റി വന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കും. എനിക്ക് കുറേ അനുഭവമുണ്ട്. എന്നിട്ട് വെറുതെ നമ്മൾ ഇരിക്കുമ്പോൾ ആൾക്കാരെ നമ്മളെ കുറ്റം പറയുക, ചീത്ത വിളിക്കുക, അവമാനിക്കുക. നമ്മൾ എന്തോരം നമ്മളെ തിരുത്തി നമ്മൾ തന്നെ ശ്രദ്ധിച്ച് ജീവിക്കാൻ തുടങ്ങിയാലും ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നങ്ങളാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ മദ്യപാനം നിൽക്കില്ല. എന്തോരം സഹിച്ചാലും എന്തൊക്കെ ചെയ്താലും ആ പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ ബിസിനസ് വളരില്ല. ഇതിൻ്റെയൊക്കെ കാരണം യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത് നമ്മളെ പാവങ്ങളെല്ലാം കഴുകി. പക്ഷെ ശ്രദ്ധിക്കണം, നമുക്കൊരു വെള്ള തുണി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് സർഫിട്ട് കഴുകിയാലും അതിൽ കറ പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മണ്ണ് വീണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേവി എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ് നമ്മൾ എന്തോരം കഴുകിയാലും പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തുണിയൊക്കെ കഴുകുമ്പോൾ കണ്ടിട്ടില്ലേ, നമുക്ക് കറ ബാക്കി നിൽക്കും. പക്ഷേ അതിൽ മണ്ണൊന്നും കാണില്ല, സ്മെല്ലൊന്നും ഉണ്ടാകില്ല, പക്ഷേ എല്ലാം ക്ലീനായി. പക്ഷേ എന്നാലും കറയുണ്ടാകാം അതിൽ ചില വിഷയം. ദൈവത്തിന് ആ കര പോലും ഇഷ്ടമില്ല. ദൈവം അത്രയ്ക്ക് പരിപൂർണനാണ്. ദൈവത്തിൻ്റെ കുടുംബത്തിൽ നിങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക. ദൈവം പരിശുദ്ധനാണ്. അപ്പോൾ അതുപോലെ തന്നെ ദൈവം ആഗ്രഹിക്കുക നമ്മളെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില പാവങ്ങൾ ചെയ്ത് കുമ്പസാരിച്ച് നമ്മൾ ഇരുന്ന് ഇതെല്ലാം ദൈവം കഴുകും. പക്ഷെ എന്നാലും കറ ബാക്കിയുണ്ടാകും. ആ കറ കളയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ മക്കൾ വഴി. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ കറ കഴുകുന്ന പ്രക്രിയ എങ്ങനെയാണെന്ന് വെച്ചാൽ കറ കഴുകപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എളിമപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ദൈവത്തെ 3 പോയിൻ്റാണ്. ഒന്ന് എളിമപ്പെടണം, ഒന്ന് ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കണം, മൂന്നാമത്തത് അനുതപിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മളറിയാതെ അഹങ്കാരം നമ്മളിലേക്ക് ഉണ്ടാകും, ഈഗോ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ഒരു കറയാണ്. അത് കളയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വർക്ക്ഷോപ്പ് ദൈവം തരുന്നത്. ഈ 3 കാര്യം. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കിത് ആവശ്യമില്ലാത്ത പ്രശ്നം, ആവശ്യമില്ലാതെ ഇവരെ അവമാനിക്കുകയാണ്, ആവശ്യമില്ലാത്ത ഈ പ്രശ്നം വരെയാണ്. ഭർത്താവ് എന്ത് പറഞ്ഞാലും അങ്ങേര് എന്നോട് വഴക്കിടും, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മായിയമ്മ കുറ്റം പറയുക, മരുമകൾ കുറ്റം പറയുകയാണ്, എന്നെക്കുറിച്ച് ഇല്ലാത്തതെല്ലാം പറയുകയാണ്. ഇതെല്ലാം അതേപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് 4 പേര് കൂടും, ഒരുമിച്ച് ചേർന്നിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തും. ഇതെല്ലാം ഈ കറ കളയാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് അനുവദിച്ച് തരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അറിയില്ല, ദൈവം നോക്കുന്നത് മൊത്തം അത് ജെർമിയ 2:22 കറ കളയണം. നിന്നെ കഴുകി കളഞ്ഞാലും ആ കറ കാണരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴൊക്കെ എളിമപ്പെട്ടില്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നീ എളിമപ്പെടണം, അതേപോലെ ദൈവത്തെ ആശ്രയിച്ച് നിൽക്കണം, അനുദപിക്കണം. ഈ 3 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതുവരെ ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് നീ പെടാതെ ബാക്കി ഉണ്ടെങ്കിൽ നിനക്ക് ഇതുപോലെ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നം നിൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ചെറിയതും വലുതുമായിട്ടുള്ള പ്രശ്നം വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എളിമപ്പെട്ടിട്ടുണ്ടാ, ഞാൻ ഉറപ്പ് തരാം, ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊന്നും പോയി ചാടില്ല, ദൈവത്തെ ആശ്രയിച്ച് നിൽക്കേണ്ട, അനുദപിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുണ്ടാകും. ഇത് പരിഹാരം നമ്മൾ ചെയ്യണം. ഈശോ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ഇതുപോലെ തന്നെ പരിഹാരം നമുക്ക് ചെയ്യണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ
ഭർത്താവ് വഴക്കിട്ട് ഇല്ല ഭാര്യ എന്തെങ്കിലും പറഞ്ഞ് അവമാനിച്ച് ശ്രദ്ധിച്ചാൽ മതി, ഇത് കറ കളഞ്ഞുകൊണ്ടിരിക്കുക ദൈവം. ഞാൻ ഇപ്പോൾ എളിമപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഇല്ലാതെ തിരിച്ച് അവരോട് എടുത്ത് അടി അവരങ്ങോട്ട് ചീത്ത വിളിച്ച് പറയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത വർക്ക്ഷോപ്പ് വേറെ കിട്ടും, അടുത്ത ക്ലാസ് വേറെ കിട്ടും. അപ്പോൾ ഇത് കറ കളയാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ തവരെന്ന് ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അതങ്ങോട്ട് ചെറുതോ വലുതോ വരുമ്പോൾ അങ്ങോട്ട് ഏറ്റെടുക്കുക. അങ്ങോട്ട് ഞാൻ എളിമപ്പെടണം, എൻ്റെ കറ കളഞ്ഞുകൊണ്ടിരിക്കുക, എന്നിൽ ഇനിയും ഞാൻ എളിമപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ ശക്തിയിലും ഈ ലോകത്തിൻ്റെ ശക്തിയിലും ആശ്രയിച്ച് ജീവിക്കുകയാണ്. അനുതാപം എന്താണെന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ദൈവം തരുന്ന. ശ്രദ്ധിക്കുക, ഒരു നഷ്ടം വന്ന് കച്ചവടത്തിൽ എളിമപ്പെടുക, ദൈവത്തിൻ്റെ അടുത്ത് പോവുക, ആശ്രയിച്ച് നിൽക്കുക. ഞമ്മ കയ്യും കാലും ഇട്ടടിക്കും, എങ്ങനെയാലും എൻ്റെ ശക്തിയിൽ തന്നെ ഞാൻ വിജയിക്കും, ഈ പ്രശ്നം പരിഹരിക്കും. പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവം നോക്കാം. എന്ത് പ്രാർത്ഥിച്ചാലും ശരി, എന്ത് ശുശ്രൂഷ ചെയ്താലും ശരി. ഞാൻ ബിസിനസ് ചെയ്യുക, ഗവൺമെൻറ് കോൺട്രാക്റ്റാണ്, ഈ ഫുഡിൻ്റെയൊക്കെ കോൺട്രാക്റ്റാണ് ഗവൺമെൻറ്റായിട്ട്. അപ്പോൾ എനിക്കെതിരെ കുറേ ബിസിനസ്സിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതേപോലെ എനിക്കെതിരെ അവർ കുറേ പ്രവർത്തിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കംപ്ലയിൻ്റ് കൊടുക്കും, എൻ്റെ സാമ്പിൾ എടുത്ത് കൊടുക്കും, സാമ്പിൾ എടുത്തിട്ട് മോശമാണെന്ന് കംപ്ലയിൻറ്റ് ചെയ്യും. അപ്പോൾ എനിക്കെതിരെ കേസ് വരാനൊക്കെ അവർ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വലിയ രാഷ്ട്രീയത്തിൽ വലിയ ആളാണ്, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പുള്ളി എന്നോട് പറഞ്ഞ്, എനിക്ക് ഫുഡ് സേഫ്റ്റിയുടെ കമ്മീഷണറായിട്ടൊക്കെ നല്ല ബന്ധമാണ്. യുവമാരുടെ എല്ലാം സാമ്പിൾ എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടോ ഇല്ല മിക്സ് ചെയ്യാതെയോ ഇതെല്ലാം കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവർക്കെതിരെ കേസ് കൊടുപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടും ഇല്ലാതിരുന്നാലും അതൊന്നും സംഭവിച്ചൊന്നുമില്ല. എന്നാലും എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ വെച്ചിരുന്നു, ആവശ്യം വന്നാൽ അത് പ്രയോഗപ്പെടുത്താം, എന്നെ ഇത്രയും ഉപദ്രവിക്കുകയല്ലേ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുപ്പിക്കാം. ഇയാൾക്ക് നല്ല ഹോൾഡുണ്ട്, രാഷ്ട്രീയപരമായിട്ട് നല്ല ബന്ധമുണ്ട്, ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കാമെന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാരമായിട്ട് എനിക്കുണ്ട്. അപ്പോൾ ഇവർ എത്ര പേര് വന്നാലും എനിക്കെതിരെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുക, അവസാനത്തെ ആയുധമായിട്ട് ഇത് യൂസ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥനയിലൊക്കെ ഉണ്ട്, കൃപാസനത്തിനുണ്ട്, എന്നാലും കച്ചവടത്തിൽ മനസ്സിലിങ്ങനെ കിടക്കുക. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഫുഡ് സേഫ്റ്റിയുടെ ഓഫീസറായിട്ട് എനിക്കൊരു പരിചയമായി. പുള്ളി തന്നെ പരിചയപ്പെടുത്തുന്ന പരിചയമായി. അപ്പോൾ എനിക്ക് ഒന്നുകൂടി കോൺഫിഡൻസ് മനസ്സിൽ നിൽക്കുക, എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വന്നാൽ യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു കറയായിട്ട് കിടപ്പുണ്ട്. ഇത് കുമ്പസാരത്തിലൊക്കെ പറയും, അവർക്കെതിരെ എനിക്ക് വെറുപ്പുണ്ടായിരുന്നെന്നൊക്കെ പറയും. എന്നാലും കറ കിടക്കുക. ഈ അഹങ്കാരം പോയിട്ടില്ല, എളിമപ്പെട്ടിട്ടില്ല. എന്നെക്കൊണ്ട് സാധിക്കും, ദൈവത്തെ ആശ്രയിച്ചിട്ടില്ല. ഇത് ആരെ ആശ്രയിച്ച് നിൽക്കുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറൊക്കെ പരിചയമുണ്ട്, നമുക്കെതിരെ പ്രവർത്തിച്ചാൽ അവിടെ പ്രവർത്തിക്കാം. ഇതെന്താ സംഭവിച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്കൊരു നോട്ടീസ് വന്നു, ഫുഡ് സേഫ്റ്റി ഇരുന്നു, എനിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്ന്. എൻ്റെ ഫേമിൻ്റെ എതിരെ ഒരു ഗോഡൗണിൽ ഇരുന്ന് സാമ്പിൾ എടുത്ത്, ഞാൻ ഒന്നും മിക്സ് ഒന്നും ചെയ്തിട്ടില്ല, അത് നേരിട്ട് വന്ന സാധനം, ഒന്നും ചെയ്തിട്ടില്ല, നല്ല സാധനമാണ്. ഞാൻ ഈ നോട്ടീസുമായിട്ട് ആ ഓഫീസിലേക്ക് പോയി ഫുഡ് സേഫ്റ്റി ഓഫീസറെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും ബന്ധമുള്ള ഓഫീസറാണ്. അയാൾ തന്നെയാണ് എനിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അയാൾ അറിഞ്ഞിട്ടില്ല ഞാനാണെന്ന്, പക്ഷേ എടുത്തു പോയി. അപ്പോൾ ഇത് ദൈവം കറ കളഞ്ഞതാണ്. ഇതുപോലെ ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മളെ മനസ്സിൽ ചെറിയ അഹങ്കാരം വന്നാൽ പോലും ദൈവം ആ പ്രക്രിയയാണ് നമ്മളെ ജീവിതത്തിലേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ആരെങ്കിലും അവമാനിക്കുക, സ്വന്തക്കാർ നമ്മളെ കുറിച്ച് മോശം പറയുക, അപ്പോൾ വിചാരിച്ചാൽ മതി ഇത് എളിമപ്പെടാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഏതെങ്കിലും പരീക്ഷയിൽ നമ്മൾ ഫെയിലായി പോകും. നമ്മൾ എക്സാം എഴുതുമ്പോഴത്തേക്കും നമ്മളെക്കാളും കഴിവ് കുറഞ്ഞാണെന്ന് നമ്മൾ വിചാരിക്കുന്നവർക്ക് കിട്ടും, നമുക്ക് കിട്ടില്ല. അതൊന്നും
നമ്മളെ നോട്ടത്തിൽ, ഈ ലോകത്തിൻ്റെ നോട്ടത്തിൽ വലിയ കാര്യമായിരിക്കും പരീക്ഷ പാസ്സാകുന്നതും, അതുപോലെ OET പാസ്സാകുന്നതും, ഒരു കച്ചവടം നന്നാകുന്നതും. പക്ഷെ ദൈവത്തിൻ്റെ നോട്ടത്തിൽ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു സെക്കൻഡ് മതി. ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നെ എന്താക്കി തീർക്കണമെന്ന് ദൈവത്തിനറിയാം. ഈ ദൈവത്തെ മാത്രം ആശ്രയിച്ച് നിന്നാൽ വെച്ചാൽ മതി. ചിലപ്പോൾ കയ്യിലൊന്നും ഉണ്ടാകില്ല, പക്ഷെ നമുക്ക് വചനം കിടപ്പുണ്ട്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ വിഷമിക്കേണ്ട. എന്ത് കഴിക്കണം, എന്ത് കൊടുക്കണമെന്ന് നീ വിഷമിക്കേണ്ട. എനിക്ക് നിന്നെക്കുറിച്ച് കരുതലുണ്ട് എന്ന് വചനം കിടപ്പുണ്ട്. അത് മാത്രം ശ്രദ്ധിച്ച് ദൈവത്തെ മാത്രം ആശ്രയിച്ച് നിന്നാൽ മതി. എന്ന് വെച്ചാൽ മടി പിടിച്ചില്ല, കടന്നുറങ്ങിക്കൊണ്ടില്ല. എല്ലാത്തിനും നന്ദി പറഞ്ഞ്, ദൈവമേ നീ തന്നെ പറ ഞാൻ എന്തായി തീരണമെന്ന് നിനക്കറിയാം, ഞാൻ ഇതിനൊന്നും വിഷമിക്കില്ല. നമുക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ ഒരു ഫെയിലിയർ, ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കും. ഈ വിശ്വാസമൊക്കെ പോയി ഉടമ്പടി എടുത്തൊക്കെ മറന്നു പോകും. ഞാൻ ഉടമ്പടി എടുത്തിട്ടും ചിലവർ കൃത്യമായിട്ട് കൗൺസിലിംഗ് പറയും 5 വിഷയം 4 വിഷയം നടന്ന് 2 നടക്കുന്നേ ഇല്ല. ചിലവർ പറയും 6 നിയോഗം എഴുതിയിട്ട് ഒന്നും നടന്നിട്ടില്ല. പക്ഷെ അവിടെ നടക്കണമെങ്കിൽ ഇവിടെ കറ മാറണ്ടേ? കറ മാറണം, നീ എളിമപ്പെടണം, ദൈവത്തെ ആശ്രയിക്കണം, പിന്നെ അനുതപിക്കണം. പ്രൈസ് ദി ലോർഡ്. ആദ്യം അനുതാപം. എങ്ങനെയാണ് അനുതപിക്കുക? അനുതാപം എന്ന് വെച്ചാൽ എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുതാപം, പ്രൈസ് ദി ലോർഡ്. അനുദപിക്കുന്നത് എങ്ങനെയാണ്? അനുതാപം എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഒരു പാപിയാണെന്നുള്ളൊരു ബോധ്യം തന്നെയാണ് അനുതാപം. എൻ്റെ പാപം കഴുകപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം വേണം. ഞാൻ പാപിയാണെന്നുള്ളൊരു ബോധ്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യം വേണ്ടിയത്, നമ്മൾ പലപ്പോഴും പിശാച് ചെയ്യുന്ന ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പാപിയാണെന്നുള്ളൊരു ബോധ്യം നമ്മളിരുന്ന് എടുത്ത് കളയും. നമ്മൾ ആകെ ഇങ്ങനെ കറഞ്ഞുകൊണ്ടിരിക്കും, ചോദിച്ചുകൊണ്ടിരിക്കുക, എല്ലാം കിട്ടണം. ഇല്ല ഞാനെന്ത് ചെയ്ത്, ഞാൻ നല്ലപോലും പ്രാർത്ഥിക്കണ്ടല്ലേ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാനയ്ക്ക് പോകുന്നുണ്ട്, എല്ലാ പ്രാർത്ഥനയും ചൊല്ലുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. ഞാൻ പാപിയാണെന്നുള്ളൊരു ബോധ്യം ആദ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ അത് ചൊല്ലി ദൈവത്തോട് പറയണം, എനിക്ക് ഒരു യോഗ്യതയുമില്ല ദൈവമേ, നിൻ്റെ കരുണ മാത്രം. നമ്മൾ ഏറ്റു പറയുമ്പോൾ തന്നെ, പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ തന്നെ ആ ഒരു ബോധ്യം ഉണ്ടാകണം. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ, നിനക്ക് പാവത്തിലിരുന്ന് നിനക്ക് ആ പാവം കഴുകപ്പെടണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആഗ്രഹം ഉണ്ടാകണം. ആദ്യം നീ അറിയണം ഞാൻ പാപിയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. അപ്പോൾ ചെയ്തു പോയ പാപത്തിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദിവസം അനുതപിക്കുക, എന്നിട്ട് അത് എഴുതി വയ്ക്കുക, മറന്നു പോകാതിരിക്കാൻ എഴുതി വെച്ച് 2 ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം പോയിട്ട് അതെല്ലാം ഒരു പേപ്പർ തന്നെ വയ്ക്കുക, അല്ല ഒരു നോട്ട്ബുക്ക് വയ്ക്കുക, അത് ചൊല്ലി കുമ്പസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക്, ഇതൊക്കെ ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്ക്. രണ്ടാമത് എങ്ങനെയാണ് എളിമപ്പെടണ, ഹമ്പിളാകുന്നത് എങ്ങനെയാണ് ഹമ്പിളാകുന്നത്? പ്രൈസ് ദി ലോർഡ്. എളിമപ്പെടേണ്ടത് ആദ്യം അതിനും ഒരു ബോധ്യം വേണം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. എനിക്ക് സ്വന്തമായിട്ട് പ്രതികരിക്കാനുള്ള അധികാരം എനിക്ക് തന്നിട്ടില്ല, എൻ്റെ ദൈവം നോക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, നമ്മൾ എളിമപ്പെട്ട ഇല്ല എന്ന് അറിയണമെങ്കിൽ, എളിമപ്പെടുമ്പോൾ നമ്മൾ ബാക്കി നിൽക്കേണ്ടത് മുറിവുണ്ടാകണം, വേദനയും ഉണ്ടാകും, അപമാനങ്ങളും, അതുപോലെ ഹൃദയത്തിൽ മുറിവും അപമാനവും ഉണ്ടാകും. നമ്മൾ എളിമപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചു പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അതിനെ പ്രതികരിച്ച് കഴിയുമ്പോഴത്തേക്കും ആ രണ്ടും ഉണ്ടാകില്ല. വേദനയും ഉണ്ടാകില്ല, ഇപ്പം തൃപ്തിയായി, സന്തോഷമായി, ഞാൻ തിരിച്ചു പറഞ്ഞല്ലോ, എനിക്ക് സന്തോഷമായി. എതിർത്ത് പറയും. എന്ത് പറഞ്ഞാലും എതിർത്ത് പറയുക. അയാൾ 1 പറഞ്ഞാൽ 4 പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞു പറഞ്ഞാൽ, ഒരാളുടെ അടുത്ത് കുറ്റം പറഞ്ഞാൽ നിങ്ങൾ 4 പേരോട് നമ്മൾ പറയും. അപ്പം തിരിച്ച് കല്ലെറിയുക, അത് എളിമപ്പെടാൻ പറ്റില്ല. എളിമപ്പെടുമ്പോൾ ബാക്കി ഉണ്ടാകേണ്ടത്
നമുക്കൊരു മുറിവും ഉണ്ടാകും, വേദനയും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ 3 പോയിൻ്റേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മൂന്നാമത്തത് എളിമപ്പെടേണ്ടത് എങ്ങനെയാണ്? വചനം വായിക്കുക. വചനം വായിച്ചിട്ട് എളിമയുള്ളവർ മാത്രം എളിമപ്പെടണമെന്ന് വെച്ചാൽ എന്താ? എപ്പോഴും അനുസരണ ഉണ്ടാകണം, ശ്രമിക്കുക. നമ്മൾ ഈ അരമണിക്കൂർ ബൈബിൾ വായിക്കേണ്ടല്ലോ, അതിൽ കിട്ടുന്ന വചനം നിങ്ങൾക്കുള്ളത് മാത്രമേ, വേറെ ആർക്കും വേണ്ടിയിട്ടുള്ളതില്ല. അത് മനസ്സിലായില്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ അതിൽ പറയണ വചനം നമ്മൾ പാലിക്കാൻ നോക്കുക, അനുസരിക്കാൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. അത് എളിമപ്പെട്ടാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കൽപ്പനയാണ്, വചനം. അത് പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എളിമപ്പെട്ടാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇത് ചെയ്യുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നോക്കിയോ ഈ പ്രശ്നങ്ങൾ കുറയും, ആ വർക്ക്ഷോപ്പ് കുറയും. വർക്ക്ഷോപ്പായിട്ട് ദൈവം യൂസ് ചെയ്യണത് വേറെ ആരെയും ഇല്ല, നിൻ്റെ കുടുംബത്തിൽ തന്നെയാണ്. ഭർത്താവിനെ യൂസ് ചെയ്യും, ഭാര്യയെ യൂസ് ചെയ്യും, മക്കളെ യൂസ് ചെയ്യും. മക്കളെ അനുസരിക്കില്ല, പ്രശ്നമാണ്. പ്രാർത്ഥിക്കുന്നില്ല, ആ മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല, പള്ളിക്ക് പോകണമെന്നില്ലെന്ന് പറഞ്ഞാൽ അവർക്കും ചേർത്ത് നീ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കണം, ദൈവത്തെ ആശ്രയിക്കണം. നീ എളിമപ്പെടണം, ദൈവത്തെ ആശ്രയിക്കണം. നമ്മ ചെയ്തു പോയ പാവത്തെ അമ്മ അനുദപിക്കണം. അതൊക്കെ ഓർത്ത് നോക്കുക. അമ്മയോട് എങ്ങനെയായിരുന്നു, അച്ഛനോട് എങ്ങനെയായിരുന്നു, ഭർത്താവിനോട് എങ്ങനെയാണ്, ഭാര്യയോട് എങ്ങനെയായിരുന്നെന്ന് അമ്മ ആലോചിച്ച് നോക്ക്. അതിലൊക്കെ എവിടെയെങ്കിലും കറ കാണും, അത് നീക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ചെയ്യുമ്പോഴത്തേക്ക് മാറും, ഭയങ്കര സന്തോഷമായിരിക്കും ജീവിതം. പക്ഷെ ഇത് നോക്കണം, ചില പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചാടിക്കളിക്കരുത്. ആരും നമ്മളൊന്നും ദ്രോഹിച്ചിട്ടില്ല. ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞാലോ ചീത്ത വിളിച്ചാലോ ദ്രോഹിച്ചാലോ അതൊന്നും അവർ ചെയ്യുന്നില്ല. അതെല്ലാം ദൈവം അയക്കുന്ന, ദൈവം അനുവദിച്ച് തരുന്നതാണ്, നമ്മളെ കര നീക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാണ് ദൈവത്തെ ആശ്രയിച്ചിരിക്കാറ്? മൂന്നാമത്തെ കാര്യം, ദൈവത്തെ ആശ്രയിക്കുക. എങ്ങനെ ആശ്രയിക്കാൻ? ദൈവത്തെ എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ലെന്നുള്ളൊരു ബോധ്യം. പിന്നെ ദൈവത്തിന് മാത്രമേ എനിക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ലതെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. ദൈവത്തെ ആശ്രയിക്കുന്നത്, അമ്മ ദൈവത്തെ ആശ്രയിച്ചത് എങ്ങനെയാണ്? ഇതാ നിൻ്റെ ദാസി. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ഒരു കാര്യം, ഈ പോയിൻ്റ് മാത്രം ശ്രദ്ധിക്കുക. സങ്കടപ്പെടാതെ ചില കാര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിട്ട് സംഭവിക്കുമ്പോൾ അത് സങ്കടപ്പെടാതെ. ഈ ദാസൻ ആരാണ്? ദാസൻ ആരാണ്? അമ്മ പറഞ്ഞത് 1:38, ലൂക്ക 1:38, ഇതാ നിൻ്റെ ദാസി. അത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അമ്മയെ അനുഗമിച്ച് നമ്മൾ നടക്കുമ്പോൾ, അമ്മയുടെ കൂടെ, അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഇപ്പം ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, അമ്മയെപ്പോലെ ആകണം. ഇതാ നിൻ്റെ ദാസി, ഇതാ നിൻ്റെ ദാസൻ. എങ്ങനെയാണ് ദാസനാകാൻ? ദാസിയും ദാസനും ലൂക്ക 17:9-10 കൽപ്പിച്ചത് അനുസരിച്ച് കഴിഞ്ഞാൽ കൽപ്പിച്ചത് അവൻ അനുസരിച്ച് കഴിയുമ്പോൾ അവൻ നന്ദി അർഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യത്തിന് പ്രാർത്ഥിച്ച് നടന്നില്ല. അല്ലെ കടബാധ്യത വന്ന് നമ്മളെ വീട് ജപ്തായി. ഇത് ഞാൻ പറയണത് ശ്രദ്ധിക്കണേ. ദൈവം അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഞാൻ പറയുക, എല്ലാം പോയി. ഞാനത് പറഞ്ഞുതരാം. കടബാധ്യത വന്ന് വീടുണ്ടായിരുന്ന വീട് ജപ്തിയിലേക്ക് വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഈ വീട് വിട്ട് പോകേണ്ടി വരും. അപ്പോൾ നടന്നില്ല. കടം തീർന്ന പരീക്ഷയും കൂടി വീട് ജപ്തായുമ്പോൾ ദാസനാകുന്നത് ഞാൻ പറഞ്ഞുതരാം. മക്കൾ അതേപോലെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിച്ച് പ്രാർത്ഥിച്ച് പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി. അപ്പോൾ ഇത് നടക്കാത്ത വിഷയം, അത് കൽപ്പനയായിട്ട് എടുക്കണം. അത് ഏറ്റെടുക്കുമ്പോഴത്തേക്കും ഞാനത്
കൽപ്പിച്ചത് അനുസരിച്ച്. വീട് ജപ്തായിപ്പോയി, വീട് കയ്യിരുന്ന് പോയി, അത് കൽപ്പിച്ചതാണ് ദൈവം. അത് ഞാൻ ഏറ്റെടുത്ത് ഇത്രയും ദിവസം പ്രാർത്ഥിച്ചതിന് എന്താ ഫലം? ഞാൻ അതിന് അർഹനില്ല, ഞാൻ നിൻ്റെ ദാസനാണ്. നമ്മളൊക്കെ പറയും, ഞാൻ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചിട്ട് ഇതൊന്നും നടന്നില്ലല്ലോ എന്ന് വെച്ചാൽ അമ്മ നന്ദി അർഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇരുന്ന്. അപ്പോൾ ദാസനോ ദാസിയോ ആകില്ല. അപ്പോൾ ദാസന് ദൈവം കൊടുക്കുന്ന എന്താ? ദാസനും ദാസിയും, അമ്മ മാതാവ് ഞാൻ നിൻ്റെ ദാസിയാണെന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനമാണ് ദൈവം കൊടുക്കുന്ന. നിന്നെ സ്വന്തമാക്കും. അത് കഴിഞ്ഞാൽ എനിക്കിതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അച്ഛൻ ആർമിയിലായിരുന്നു, വന്ന് എല്ലാം നഷ്ടപ്പെട്ട് അവസാനം ഒരു വീട്ടിൽ വാടകയ്ക്ക് പോയിട്ട് 6 മാസമായിട്ട് വാടക കൊടുക്കാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇരുന്ന് വീട്ടിൽ ഭക്ഷണമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ എന്തോ എല്ലാ മാസവും വന്ന് ചോദിക്കും, അവർ ചേച്ചി ചോദിക്കും, അവിടെ വന്ന് ചോദിക്കും, തരാം കിട്ടാം, പക്ഷേ എവിടെ ഇരുന്ന് കൊടുക്കുമെന്ന് ഞാൻ ആലോചിച്ചിട്ട് കിട്ടില്ല. അച്ഛന് കിട്ടുന്ന പെൻഷനൊക്കെ പലിശ അതിനേക്കാളും കൂടുതൽ തിരിച്ചു കൊടുക്കണം. പക്ഷേ എനിക്ക് അന്ന് അമ്മയെ അറിയാം. അതുമാത്രമായിരുന്നു എൻ്റെ ഒരു പ്ലസ്. പ്രാർത്ഥന അറിയില്ല, കൊന്ത അറിയില്ല, അതുപോലെ നന്മ നിറഞ്ഞ മറിയമ അറിയില്ല, സ്വർഗസ്നായ പിതാവ് അറിയില്ല, വിശ്വാസപ്രവണം അറിയില്ല. പക്ഷെ അമ്മയെ അറിയാം. ഞാൻ നടന്നു പോവായിരുന്നു മാതാവിനെ കാണാൻ. ഫോർട്ട് കൊച്ചിയിൽ ഒരു ഗ്രോട്ടോ ഉണ്ട്, പിന്നെ ഇവിടെ മറോക്കാടന്ന് പോകാമായിരുന്നു. കൃപാസന അവിടെ ഇരുന്ന ആ മാതാവ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കും. പക്ഷെ അത് ആ സ്ഥിതിയെല്ലാം മാറി ഏറ്റവും. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് പറയുക, നമുക്ക് ഈ അവസ്ഥയെല്ലാം നോക്കേണ്ടത് വചനമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ, വീട്ടിൽ ഇരുന്ന് പുറത്തു പോയാൽ റോട്ടിൽ പോലും പോകാൻ പറ്റില്ല. എവിടെ പോകും? ഇതെല്ലാം എടുത്തിട്ട് റോട്ടിൽ പോയാലും ഭക്ഷണം കഴിക്കണ്ടേ? ആ അവസ്ഥയിരുന്ന് മാറ്റി ഇന്ന് കൊച്ചിയിൽ തന്നെ ഏറ്റവും വലിയ വീടാണ് അമ്മ തന്നിരിക്കുന്നത്. കൊച്ചിയിൽ അതുപോലത്തെ വീടില്ല, ഞാനത് ഉറപ്പ് പറയാം. അപ്പോൾ അതാണ് നമ്മളെ ദൈവം. അപ്പം നിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത്. അതിനെ പിറുപിറുത്ത് കരഞ്ഞ് വഴക്ക് പറഞ്ഞ് ചീത്ത പിടിച്ച് അങ്ങോട്ട്, ഇന്ന് ഞാൻ ഇതിന് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അയാൾ തലയിൽ കയറിയിരിക്കും, എൻ്റെ ഭർത്താവ് എന്നെയും കൂടുതൽ കുടിച്ചു പോകും. നിങ്ങളതിനെ നോക്ക്. നിങ്ങൾ വഴക്കിട്ടിട്ട് ഭർത്താവിൻ്റെ മദ്യപാനം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ നോക്ക്. എത്രയോ പേര് കൗൺസിലിംഗ് ഞാൻ ചോദിക്കാറുണ്ട്, കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറയും. അപ്പം നീ എവിടെയോ അഹങ്കാരം കിടപ്പുണ്ട്. എനിക്ക് എൻ്റെ ഭർത്താവിനെ ശരിയാക്കിയെടുക്കാമെന്ന് നമുക്ക് തോന്നും, എൻ്റെ മക്കളെ എനിക്ക് ശരിയാക്കിയെടുക്കാമെന്ന് തോന്നും, എൻ്റെ കടബാധ്യത ഞാൻ വിചാരിച്ചാൽ ശരിയാവുന്ന നമുക്ക് എവിടെയോ ഒരു അഹങ്കാരം കിടപ്പുണ്ട്. അത് കറയാണ്, അത് മാറ്റണം. ദൈവം അത് മാറ്റും. പ്രൈസ് ദി ലോർഡ്. അതിന് നീ പടയേണ്ടത് എളിമപ്പെടണം, ദൈവത്തെ ആശ്രയിക്കണം, അനുതപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.